أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال سننظر أصدقت أم كنت من الكاذبين اذهب بكتابي هذا فألقه إليهم ثم تول عنهم فانظر ماذا يرجعون. قالت يا أيها الملأ إني ألقي إلي كتاب كريم إنه من سليمان وإنه بسم الله الرحمن الرحيم ألا تعلوا علي وأتوني مسلمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1275 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 27 മുതൽ 31 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال سننظر أصدقت أم كنت من الكاذبين اذهب بكتابي هذا فألقه إليهم ثم تول عنهم فانظر ماذا يرجعون. قالت يا أيها الملأ إني ألقي إلي كتاب كريم إنه من سليمان وإنه بسم الله الرحمن الرحيم ألا تعلوا علي وأتوني مسلمين. صدق الله العلي العظيم. സൂറത്തുൽ നംലിലെ 27 മുതൽ 31 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് സൂറത്തുൽ നംലിൽ നമ്മൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ആയാത്തുകളിൽ പരാമർശിക്കപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി സുലൈമാൻ അലൈഹിസ്സലാമിന് അള്ളാഹു ഒരുക്കി കൊടുത്തിരുന്ന ജിന്നുകളും മനുഷ്യരും പക്ഷികളും ഒക്കെ അടങ്ങിയിട്ടുള്ള സൈന്യത്തെക്കുറിച്ചുള്ള വിവരണം നാം കാണുകയുണ്ടായി. പക്ഷി സേനാനികളുടെ കൂട്ടത്തിലെ ഹുദ്ഹുദ് പക്ഷി ഒരു നാൾ സൈന്യത്തെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ കാണപ്പെടുകയുണ്ടായില്ല. സുലൈമാൻ അലൈഹിസ്സലാമിന് ഹുദ്ഹുദ് അപ്രത്യക്ഷനായതായിട്ടാണ് മനസ്സിലായത്. സുലൈമാൻ അലൈഹിസ്സലാം അത് സംബന്ധമായിട്ട് ഒരു താക്കീതിന്റെയും ഭയപ്പെടുത്തലിൻ്റെതും ഒക്കെയായ രീതിയിൽ സംസാരിക്കുകയും വളരെ വൈകാതെ തന്നെ ഹുദ്ഹുദ് പക്ഷി രംഗത്ത് വന്ന് എന്തുകൊണ്ടാണ് താൻ പരിശോധനാ സമയത്ത് അണികളുടെ കൂട്ടത്തിൽ ഉണ്ടാവാതിരുന്നത്, തനിക്ക് മാറി നിൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന കാര്യം വിവരിക്കുകയുണ്ടായി. അതും നമ്മൾ കണ്ടു. സബയിലെ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ കൃത്യതയോടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിവരം എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് അറിയാനിടയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹുദ്ഹുദ് ആ വിഷയം അവതരിപ്പിക്കുന്നത്. അവരുടെ രാജ്ഞി ഒരു സ്ത്രീയാണ്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും, ഭൗതികാർത്ഥത്തിലുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും
നൽകപ്പെട്ടിട്ടുണ്ട്. വളരെ ക്ഷേമമായ ഗാംഭീര്യം തോന്നിക്കുന്ന ഒരു സിംഹാസനവും അവർക്കുണ്ട്. പക്ഷെ അവരെല്ലാവരും തന്നെ സൂര്യനെയാണ് സാഷ്ടാംഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യാൻ മുതിരുന്നതിന് പകരം സൂര്യനെ സാഷ്ടാംഗം ചെയ്യാനാണ് പിശാച് അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ആ പ്രവർത്തനത്തില് നിരതരായിക്കൊണ്ടിരിക്കാൻ പിശാച് അവരെ അത് വളരെ ആകർഷകമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയും സത്യമാർഗത്തിൽ നിന്ന്, യുക്തിബോധത്തിൽ നിന്നും, ബുദ്ധിപരമായി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ നിന്നും അവരെ തടഞ്ഞു നിർത്തുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അവരൊന്നും തന്നെ സന്മാർഗികളാവുന്നില്ല എന്ന കാര്യമാണ് ഹുദ്ഹുദ് പക്ഷി വെളിപ്പെടുത്തുകയുണ്ടായത്. ഫലസ്തീനും സിറിയയും ഒക്കെ അടങ്ങുന്ന ഭൂപ്രദേശത്തിന്റെ അധിപനായിരുന്ന സുലൈമാൻ അലൈഹിസ്ലാമിന് തന്റെ സാമ്രാജ്യത്തിനോട് ചേർന്ന് തന്നെ വരുന്ന സബഅ് ഭൂപ്രദേശത്തെ ആളുകളെ കുറിച്ചുള്ള വിവരമാണ് ഹുദ്ഹുദ് പക്ഷി ഇപ്പോ നൽകിയിരിക്കുന്നത്. പിശാച് അവരെ പ്രലോഭിപ്പിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തരം ആചാരങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ അവരെ മുഴുകിക്കഴിയാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് എന്നാണ് ഹുദ്ഹുദ് റിപ്പോർട്ട് ചെയ്തത്. ആകാശങ്ങളിലും ഭൂമിയിലും ഒക്കെ ആയിട്ട് മറഞ്ഞു കിടക്കുന്ന സംഗതികളെ ഓരോന്നും അതിന്റെ ക്രമമനുസരിച്ച് പുറത്തു കൊണ്ടുവരുന്ന, വെളിപ്പെടുത്തുന്ന, അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ, അതുപോലെ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും വെളിപ്പെടുത്തുന്നതുമായ സകല കാര്യങ്ങളും അറിയുന്നവനായ അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യാൻ അവര് മടിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിശാച് തടഞ്ഞു നിർത്തുകയാണ് എന്ന കാര്യമാണ് ഹുദ്ഹുദ് തുടർന്ന് വ്യക്തമാക്കുകയുണ്ടായത്. എന്നാൽ യഥാർത്ഥത്തില് അള്ളാഹു അല്ലാത്ത ഒരു ആരാധ്യനുമില്ല. അവന്റെ സിംഹാസനമാണ്, അവന്റെ അധികാര പീഠമാണ് ഏറ്റവും മഹത്തരമായത് എന്നുകൂടി അവിടെ ചേർത്ത് പറയപ്പെടുന്നുണ്ട്. അപ്പോ ഹുദ്ഹുദ് പക്ഷി സബഅ് നാട്ടില്, ശിബ രാജ്ഞിയുടെ നാട്ടില്, സബഅ് ഭൂപ്രദേശത്ത് കാണാനിടയായ, ശ്രദ്ധിക്കാനിടയായ ചില കാര്യങ്ങളാണ് സുലൈമാൻ അലൈഹിസ്സലാമിനോട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതൊക്കെ കണ്ട് നിരീക്ഷിച്ച് അതില് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടു പോയത് കൊണ്ടാണ് സമയത്തിന് ഹാജരാകാൻ പറ്റാതിരുന്നത് എന്നാണ് ഹുദ്ഹുദ് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോ അതിനോട് പ്രതികരിച്ചുകൊണ്ട് സുലൈമാൻ അലൈഹിസ്സലാം നടത്തുന്ന സംഭാഷണമാണ് ഇന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഖാല, സുലൈമാൻ അലൈഹിസ്സലാം ഹുദ്ഹുദ് പക്ഷിയോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു, സനന്ദുറു, നാം ഒന്ന് നോക്കട്ടെ, അസദഖ്ത അം കുന്ത മിനൽ കാദിബീൻ, നീ പറഞ്ഞത് സത്യം തന്നെയാണോ അതല്ല നീ കള്ളമാണോ പറഞ്ഞത് എന്നത് നാം ഒന്ന് പരിശോധിക്കട്ടെ. ഇതാണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ പ്രതികരണം. ഹുദ്ഹുദ് പക്ഷി വൈകി എത്തിയതിനുള്ള ന്യായമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമാണോ അതല്ല പൊളി പറഞ്ഞതാണോ എന്നത് നാം ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ, നാം അതൊന്ന് ഉറപ്പുവരുത്തട്ടെ എന്നാണ് സുലൈമാൻ അലൈഹിസ്സലാം ഹുദ്ഹുദിനോട് ആ ഘട്ടത്തിൽ പറയുന്നത്. സബഅ് ഭൂപ്രദേശത്ത് അവിടുത്തെ ഭരണാധികാരിയായ ഒരു അവർക്കൊരു ഗംഭീരം സിംഹാസനമുണ്ട്, അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും അവിടെ ലഭ്യമാണ്. അവര് പക്ഷേ സൂര്യനെയാണ് സാഷ്ടാംഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് സാഷ്ടാംഗമർപ്പിക്കാൻ അവര് സന്നദ്ധരാവുന്നില്ല. അതിൽ നിന്ന് പിശാച് അവരെ പല തന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ട് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇക്കാര്യം വസ്തുതാപരമാണോ അല്ലേ എന്ന് ഞാനൊന്ന് നോക്കട്ടെ,
നാം ഒന്ന് പരിശോധിക്കട്ടെ എന്നാണ് സുലൈമാൻ അലൈഹിസ്സലാം തുടർന്ന് പറയുന്നത്. സനൻദുറു, നാം എന്തായാലും നോക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ നിരീക്ഷിക്കും, പരിശോധിക്കും. അസദഖ്ത അം കുൻത മിനൽ കാദിബീൻ, നീ പറഞ്ഞത് നേരെ തന്നെയാണോ അതല്ല നീ പൊള്ളു പറഞ്ഞതാണോ എന്നത് നാം തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കുന്നുണ്ട് എന്നാണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ പ്രതികരണം. ഇദ്ഹബ് ബി കിതാബി ഹാദ, അതുകൊണ്ട് ഇപ്പൊ തന്നെ നമുക്ക് ചെയ്തു കളയാം. നീ ഒരു കാര്യം ചെയ്യും, ഇദ്ഹബ്, പോയിക്കോ, ബി കിതാബി ഹാദ, എന്റെ ഈ എഴുത്തുമായിട്ട്, എന്റെ ഈ സന്ദേശവുമായിട്ട്, ഈ കത്തുമായിട്ട്, ഈ എഴുത്തുമായിട്ട് നീ ഒന്ന് പോ. ഫൽഖിയിലേക്കും, എന്നിട്ട് അവരുടെ അടുക്കൽ ചെന്ന് അത് അവർക്ക് ഇട്ടുകൊടുക്ക്. സുമ്മ തവല്ല അൻഹും, എന്നിട്ട് അവരുടെ അടുക്കൽ നിന്നൊന്ന് മാറി നിൽക്ക്. ഫൻലുർ, എന്നിട്ട് നിരീക്ഷിക്കും. മാതാ യർജിഊൻ, അവരെങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നത് ഒന്ന് മാറി നിന്ന് നിരീക്ഷിക്കും. ഇതാണ് സുലൈമാൻ അലൈഹിസ്സലാം ഹുദ്ഹുദിന് ഏൽപ്പിക്കുന്ന, ആ ഘട്ടത്തിൽ ഏൽപ്പിക്കുന്ന ചുമതല. നീ ഒരു കാര്യം വന്ന് പറഞ്ഞല്ലോ, നീ വൈകി ഹാജരായതിന്റെ ന്യായം അതവിടെ ഇരിക്കട്ടെ. എന്തായാലും നീ പറഞ്ഞ കാര്യം ശരിയാണോ അല്ലേ, അത് സത്യമാണോ അല്ലേ എന്നതൊന്ന് പരിശോധിച്ചേ പറ്റൂ. അതുകൊണ്ട് നീ ഉടനെ പോകണം. ഫദ്ഹബ്, നീ പോയിക്കോ, ബി കിതാബി ഹാദ, എന്റെ ഈ എഴുത്തുമായിട്ട്. കിതാബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥകൽപ്പനകളുള്ള അറബി പദമാണ് കിതാബ്. അതിന്റെ റൂട്ട് വേർഡ് കത്തബ എന്നാണ്, എഴുതി എന്നാണ്. എഴുതപ്പെടുന്ന ഏത് സംഗതിക്കും ആ കിതാബ് എന്നുള്ള ആ പ്രയോഗത്തിന്, എഴുതപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഏത് സംഗതിക്കും അത് ഉപയോഗിക്കാറുണ്ട്. മോചന കരാർ എഴുതുന്നതിനൊക്കെ കിതാബ് എന്ന് ഉപയോഗിച്ചത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോ ഇദ്ഹബ് ബി കിതാബി, എന്റെ ഈ എഴുത്തുമായിട്ട്, പുസ്തകം എന്ന അർത്ഥമുണ്ട്, ഗ്രന്ഥം എന്ന അർത്ഥമുണ്ട്, വേദഗ്രന്ഥം എന്നൊക്കെ അതിന് അർത്ഥ കൽപ്പന ഓരോ സന്ദർഭത്തിനനുസരിച്ച് വരാറുണ്ട്. അപ്പൊ ഇദ്ഹബ് ബി കിതാബി ഹാദ, എന്റെ ഈ എഴുത്തുമായിട്ട് നീ പോയിക്കോ. ഫൽഖിഹ് ഇലൈഹിം, എന്നിട്ട് അവരിലേക്കായിട്ട് അത് ഇട്ട് കൊടുക്ക്. അപ്പൊ ഒരു പക്ഷി അതിന്റെ കൊക്കില് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു സംഗതിയെ പോലെയാണ് ഇവിടെ പരാമർശിക്കുന്നത് തന്നെ. നീ അത് കൊണ്ടുപോ, അതുമായിട്ട് പോ, എന്നിട്ട് അവരിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു പ്രയോഗം സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ഒരു രാജ്ഞിയുടെ അടുക്കല് കൊണ്ടുപോയി കൊടുക്കുന്ന ആ രീതിയെ കുറിച്ച്, അല്ല അങ്ങനെ ആ രീതിയിൽ നിർവഹിക്കപ്പെടുമ്പോൾ അതിന് ഒരിക്കലും തന്നെ ആ പ്രയോഗം ഉണ്ടാവുകയില്ല. ഇത് കൊക്കിൽ കൊത്തിക്കൊണ്ട് ഒരു കടലാസു തുണ്ടുമായിട്ട് ഒരു പക്ഷി പറന്ന് ലക്ഷ്യത്തിലെത്തിയിട്ട് അവിടെ ആളുകളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാനാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. ഇവിടെ ആ വിധത്തിലാണ് ഇതിന്റെ ഭാഷാപരമായ ശൈലി. ഇദ്ഹബ് ബി കിതാബി ഹാദ, എന്റെ ഈ എഴുത്തുമായിട്ട് നീ പോകണം. ഫൽഖി ഇലൈഹിം, എന്നിട്ട് നീ അത് അവരിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് സുമ്മ തവല്ല അൻഹും, അവരുടെ അടുക്കൽ നിന്ന് നീ ഒന്ന് മാറി നിൽക്ക്. മാതാ യർജിഊൻ, അവരെങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്, എന്ത് റെസ്പോൺസ് ആണ് അവർ തരുന്നത് എന്നതൊന്ന് മാറി നിന്ന് നിരീക്ഷിക്കും. ഇതാണ് ഹുദ്ഹുദ് പക്ഷിക്ക് ഏൽപ്പിച്ചിട്ടുള്ള ചുമതല. അപ്പോ ഇതിന് തുടർന്ന് എന്തൊക്കെ ഉണ്ടായി? ഹുദ്ഹുദ് പക്ഷി ആ കത്ത് കൊത്തിയെടുത്തുകൊണ്ട് പറന്നു സഭയിലെത്തി. അവിടെ രാജ്ഞിയുടെ കൊട്ടാരത്തില്, രാജ്ഞിയുടെ കിടപ്പറയിലോ അല്ലെങ്കിൽ രാജ്ഞിയെ കാണാനിടയാകുന്ന സ്ഥലത്തൊക്കെ, അല്ലെങ്കിൽ അവരുടെ സിംഹാസനത്തില് അവരിയ്ക്കുന്ന രാജധാനിയുടെ ദർബാറിലോ മറ്റോ ഒക്കെ എത്തി എന്ന് തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളൊന്നും അള്ളാഹുവിടെ പറയുന്നില്ല. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ നിർദ്ദേശം ഹുദ്ഹുദ് അക്ഷരം പ്രതി പാലിച്ചു എന്നതാണ് തുടർന്നുള്ള വാചകം വായിക്കുമ്പോൾ നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയുന്ന കാര്യം. ഖാലത്ത്, ആ കത്ത് ഹുദ്ഹുദ് പക്ഷി ഈ രാജ്ഞിയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തപ്പോ രാജ്ഞി ആ കത്തെടുത്ത് വായിച്ചു എന്നുകൂടി ചേർത്ത് വായിച്ചുകൊണ്ടാണ് ബാക്കി പറയുന്നത്. ഖാലത്ത്,
അവര് മറുപടിയായിട്ട്, അവര് പ്രതികരണമായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്. സബരാജ്ഞി, ഷീബാരാജ്ഞി ഇങ്ങനെയാണ് പറഞ്ഞത്. യാ അയ്യുഹൽ മലക്. അപ്പോ ഈ പറയുന്നത് പക്ഷിയോടല്ല, അവരുടെ ദർബാറിൽ ഒത്തുകൂടിയിരുന്ന അവരുടെ കൂടിയാലോചനാ സമിതിയിലോ ഒക്കെയുള്ള ആളുകളോടാണ്, മലക്കിനോടാണ്. അവിടുത്തെ കൈകാര്യകർത്താക്കളായ പ്രമാണിമാരായ ആളുകൾ. ഒരുപക്ഷെ കൗൺസിൽ ഓഫ് ലോർഡ്സ് എന്നൊക്കെ പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ, രാജാക്കന്മാരുടെ കൂടിയാലോചന സമിതി. നാട്ടിലെ പ്രമുഖരായ ആളുകൾ, പ്രഭുക്കന്മാരും അതുപോലെ പൗരപ്രതിനിധികളും ഒക്കെ അടങ്ങിയിട്ടുള്ള ആ ബോഡി, ആ ബോഡിയോട്, ആ കൗൺസിലിനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് രാജ്ഞി പറയുന്നത് ഇങ്ങനെയാണ്. ഖാലത്ത് യാ അയ്യുഹൽ മലക്, പ്രമാണിമാരെ, പ്രഭുക്കന്മാരെ, ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം. വളരെ പ്രാധാന്യമുള്ള, വളരെ ഗൗരവമുള്ള ഒരു സന്ദേശമാണ് എന്നിലേക്ക് എത്തിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നി ഉൽഖിയ ഇലയ്യ, എന്നിലേക്ക് ഇടപെട്ടിരിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ നേർക്കുനേരെയുള്ള ട്രാൻസ്ലേഷൻ. എന്നിലേക്ക് ആരോ ഇട്ടു തന്നിരിക്കുന്നു, എന്റെ മുന്നിലേക്ക് ഇടപെട്ടിരിക്കുന്നു എന്നാണ് ലിറ്ററലി ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്നിലേക്ക് എനിക്കായി അയച്ചു കിട്ടിയിരിക്കുന്നത് വളരെ ഗൗരവമുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു എഴുത്താണ്, ഒരു സന്ദേശമാണ്. കിതാബുൻ കരീം എന്നാണ് ഇവിടെ പറയുന്നത്. എഴുത്ത് കരീം എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥസാധ്യതകളുള്ള ഒരു പ്രയോഗമാണ്. വളരെ ഔദാര്യപൂർവമായ, മാന്യമായ, പ്രാധാന്യമുള്ള, പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയുള്ള എന്നൊക്കെയുള്ള അർത്ഥം അതിന് വരുന്നുണ്ട്. കരീം എന്ന് പറഞ്ഞാൽ ആദരണീയൻ എന്ന അർത്ഥമാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. ഉദാരൻ, അതുപോലെ വളരെ ജനറസ് ആയിട്ട് പെരുമാറുന്ന ആള്, മാന്യത കാണിക്കുന്ന ആള്, മാന്യൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ എന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് എന്റെ അടുക്കലേക്ക് ഇട്ടിരിക്കുന്ന, എന്റെ അടുക്കലേക്ക് എത്തിക്കപ്പെട്ടിട്ടുള്ള ഈ സന്ദേശം അല്പം പ്രാധാന്യമുള്ളതും ഗൗരവമുള്ളതും അതേ സമയത്ത് മാന്യതയും പെരുമാറ്റ മര്യാദകളൊക്കെ അടങ്ങിയതൊക്കെ ആയ ഒരു സന്ദേശം തന്നെയാണ്, ഒരു കത്ത്. അത് നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കത്തല്ല, കുറച്ച് പ്രാധാന്യമുള്ള, ഗൗരവമുള്ള ഒരു സന്ദേശമാണ് നമ്മിലേക്ക് എത്തിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നഹു മിൻ സുലൈമാൻ, അത് സുലൈമാൻ രാജാവിൽ നിന്നാണ്. ഇന്നഹു മിൻ സുലൈമാൻ, സമീപ രാജ്യത്തിന്റെ അധിപനായ സോളമൻ ചക്രവർത്തിയിൽ നിന്നാണ് ഈ കത്ത് കൊണ്ടുവരപ്പെട്ടിരിക്കുന്നത്. മാത്രവുമല്ല, വൈന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ കത്ത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. കാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന വിധത്തിലാണ് ആ കത്തുള്ളത്. അപ്പോ വളരെ ഗൗരവമുള്ള, വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള, വളരെ മാന്യമായ, വളരെ പരിഗണന അർഹിക്കുന്ന, പ്രാധാന്യമുള്ള ഒരു സന്ദേശമാണ് നമ്മിലേക്ക് എത്തിക്കപ്പെട്ടിരിക്കുന്നത്. അത് സുലൈമാൻ രാജാവിൽ നിന്നാണ്. സിറിയയുടെയും ഫലസ്തീന്റെയും ഒക്കെ ആ ഭൂപ്രദേശത്തിന്റെ ഒക്കെ അധിപനായ സുലൈമാൻ ചക്രവർത്തി, സോളമൻ ചക്രവർത്തിയിൽ നിന്നാണ് ഈ കത്ത് വന്നിരിക്കുന്നത്. ആ കത്തിന്റെ സന്ദേശത്തിന്റെ ആ ആറ്റിറ്റ്യൂഡ്, നിലപാടുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ആദ്യത്തെ വരിയിൽ തന്നെ വ്യക്തമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിധത്തിലാണ് ആ കത്ത് തുടങ്ങുന്നത്. വൈന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ, കാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമധേയത്തിലാണ് ആ കത്ത് തുടങ്ങുന്നത്. സാധാരണഗതിയിൽ രാജാക്കന്മാര് കത്തയക്കുന്ന അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ഒന്നും ഭാഷയല്ല. മാന്യതയും വളരെ ഉത്തരവാദിത്വ ബോധവും ഒക്കെ പ്രകടമായ, എന്നാൽ പ്രതിപക്ഷ ബഹുമാനത്തിന് യാതൊരു കുറവുമില്ലാത്ത
വളരെ നല്ല ശൈലിയിലുള്ള കിതാബുൻ കരീമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് സുലൈമാൻ ചക്രവർത്തിയിൽ നിന്നാണ്. കരുണാവാരിധിയായ അള്ളാഹുവിന്റെ നാമധേയത്തിലാണത് തുടങ്ങുന്നതും. അതുകൊണ്ട് ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: അല്ലാ തഅലു അലയ്യ വഅ്തൂനി മുസ്ലിമീൻ. എന്നോട് അനുസരണക്കേട് കാണിക്കരുത്, എന്റെ അടുക്കല് പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരായിക്കൊണ്ട് വരണം. ഇതാണ് കത്തിന്റെ രത്ന ചുരുക്കം. സുലൈമാൻ അലൈഹിസ്സലാം ബൽഖീസ് രാജ്ഞിക്ക് ഈ ഹുദുഹുദ് മുഖേന കൊടുത്തയച്ച കത്തിന്റെ ഉള്ളടക്കം ഇതാണ്: അല്ലാ തഅലു അലയ്യ, എന്റെ മേക്കെട്ട് കയറുന്ന വിധത്തിലുള്ള അനുസരണക്കേട് കാണിക്കുന്ന ഒരു സ്വഭാവം ഒന്നും എടുക്കരുത്, അതൊന്നും പുറത്ത് കാണിക്കരുത്. എന്നിട്ടോ വഅ്തൂനി മുസ്ലിമീൻ, എന്റെ അടുക്കല് കീഴ്പ്പെടൽ കാണിച്ചുകൊണ്ട്, എനിക്ക് കീഴ്പ്പെടലല്ല, കാരണം മുകളില് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കീഴ്പ്പെടൽ അള്ളാഹുവിനുള്ള കീഴ്പ്പെടലാണ്. അതേ സമയത്ത് എതിർപ്പും ധിക്കാരവും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടുമായിട്ട് എന്റെ നേരെ വരണ്ട. കാരണം സുലൈമാൻ അലൈഹിസ്സലാം ഒരു പ്രവാചകൻ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായ, ഏറ്റവും സൈനിക ശേഷി ഉണ്ടായിരുന്ന ഒരു ചക്രവർത്തിയാണ്. ആ ചക്രവർത്തി കൂടിയാണ് എന്നുള്ള നിലക്ക് ഒരു നടപടിയാണ് ഇവിടെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തിനോട് യുദ്ധം ചെയ്യലോ നിങ്ങളെ കീഴ്പ്പെടുത്തലോ ഒന്നുമല്ല നമ്മുടെ താല്പര്യം. നിങ്ങൾ വളരെ മാന്യമായിട്ട് ഞാൻ പറയുന്ന കാര്യം കേൾക്കുകയും ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കുകയും ചെയ്യണം. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ എന്റെ അടുക്കൽ വരണം. ഇതാണ് സുലൈമാൻ അലൈഹിസ്സലാം കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതിന്റെ ചുരുക്കം. അല്ലാ തഅലു അലയ്യ, അതിലൊരുപാട് അർത്ഥവ്യാപ്തിയിൽ നമുക്ക് കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രയോഗമാണിത്. അല്ലാ തഅലു അലയ്യ. തഅലു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒലുവ് കാണിക്കുക, നിങ്ങൾ വലിയ ഉന്നതന്മാരാണ്, വലിയമാരാണ്, ഉയരത്തിലുള്ളവരാണ് എന്നൊക്കെയുള്ള ഒരു സൂചന കാണിക്കലാണ്. അപ്പോ എന്നെ തലയിൽ കയറുന്ന അല്ലെങ്കിൽ മേക്കെട്ട് കയറുന്ന അധികാരത്തിന്റെ ഹുങ്കും കരുത്തും കാണിക്കുന്ന ഒരു പെരുമാറ്റവും നിലപാടും ഒന്നും എടുക്കണമെന്ന കാര്യം ആലോചിക്കേണ്ട. അതൊക്കെ എന്റെ കയ്യിൽ വേണ്ടത്രയുണ്ട്. നിങ്ങൾക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള സൈന്യവും സൈനിക സംവിധാനങ്ങളും ഒക്കെയുള്ള വളരെ കരുത്തുള്ള ഒരു രാഷ്ട്ര സംവിധാനമുള്ള ഒരു രാജ്യത്തിന്റെ അധിപനാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെയുള്ള വർത്താനൊന്നും വേണ്ട. ഒരു മിലിറ്ററി സൈനികമായ ഹുങ്ക് കാണിച്ചുകൊണ്ടുള്ള തലയെടുപ്പ് കാണിക്കലൊന്നും വേണ്ട. കാര്യം പറയണത് മനസ്സിലാക്കിയിട്ട് പ്രതികരിച്ചാൽ മതി. ഇതാണ് സുലൈമാൻ അലൈഹിസ്സലാം പറയുന്നതിന്റെ ഒരു സ്വരം. അപ്പോ അല്ലാ തഅലു അലയ്യ, എന്റെ മേലെ കയറി നിൽക്കുന്ന എന്നെക്കാൾ ഉയർന്നവനാണ്, എന്നെക്കാൾ വലിയവനാണ്, കരുത്തുള്ളവനാണ്, വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപയാണ് എന്നൊന്നുള്ള നിലക്ക് ഉള്ള ഒരു പ്രതികരണത്തിനൊന്നും മുതിരണ്ട. അല്ലാ തഅലു അലയ്യ. പിന്നെന്താ വേണ്ടത്? വഅ്തൂനി മുസ്ലിമീൻ, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് കീഴ്പ്പെട്ട മുസ്ലിം ആയിക്കൊണ്ട് എന്റെ അടുക്കലേക്ക് വരണം. ഇതാണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ നിർദ്ദേശം. ശ്രദ്ധേയങ്ങളായ ഒരുപാട് കാര്യങ്ങൾ ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കപ്പെടാനായിട്ടുണ്ട്. ഒന്ന്, ഈ പക്ഷി ആളുകൾക്ക് വലിയ അവിശ്വാസം ഉണ്ടാകുന്ന ഒരു കാര്യമാണല്ലോ ഇവിടെ ഹുദുഹുദ് പക്ഷി ചെയ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആയാത്തുകൾക്ക് വളരെ വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ നിന്നുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പലരും നൽകിയത് കാണാം. ചിലരിത് വളരെ ലാഘവത്തിൽ, അത് ഒരു സൈനിക സേവനം നൽകിയിരുന്ന രഹസ്യങ്ങൾ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ അതിൽ പെട്ടിരുന്ന ഒരു സൈനികനാണ്, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദപ്പെട്ട ഒരാളാണ്, അതൊരു മനുഷ്യൻ തന്നെയാണ് എന്നൊക്കെയുള്ള നിലക്ക് വിശദീകരിക്കുന്നത് കാണാം. വേറെ ചിലര്
മറ്റൊരു എക്സ്ട്രീമിലേക്ക് പോകുന്നതും കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ സുലൈമാൻ അലൈഹിസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്ന അസാധാരണമായ ചില മുഅ്ജിസത്തുകളാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് തന്നെ. അതിനെ സാധാരണത്വം ഉണ്ടാക്കുക എന്നത്, അതിനെ ഒരു നോർമലൈസ് ചെയ്തിട്ട് അവതരിപ്പിക്കുക എന്നത് വളരെ അനാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. സാധാരണ പക്ഷികൾ ചെയ്യുന്ന ഒരു കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇത് പ്രാപഞ്ചിക നിയമങ്ങളുടെ, നമുക്ക് പരിചയമുള്ള സംവിധാനങ്ങളുടെ അകത്ത് നിന്നുകൊണ്ടുള്ള ഒരു നടപടിയല്ല. ദൈവികമായ പ്രത്യേക നിർദ്ദേശപ്രകാരം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പക്ഷി പറക്കുന്നു, അയൽ രാജ്യത്തിലെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. അവിടെ ഒരു സ്ത്രീയാണ് ഭരണാധികാരിയായിട്ടുള്ളത്. അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അവര് വെൽ എക്യുപ്ഡ് ആയ ഒരു ഭരണാധികാരിയാണ്. പക്ഷെ അവരുടെ ഒരു പ്രശ്നം, അവര് സൂര്യനെ ആരാധിക്കുന്ന, സൂര്യന് സാഷ്ടാംഗം ചെയ്യുന്നവരാണ് അവരും നാട്ടുകാരും ഒക്കെ തന്നെ. ഇതൊക്കെയാണ് അവരുടെ പ്രശ്നം. അത് അവർക്ക് വളരെ ആകർഷകമായിട്ട് പിശാച് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതൊക്കെയാണല്ലോ പക്ഷി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ വീണ്ടും സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ നിർദ്ദേശപ്രകാരം കത്തുമായിട്ട് വരുന്നു, ഈ രാജ്ഞിയുള്ള സ്ഥലം കണ്ടെത്തുന്നു, എന്നിട്ട് അവരുടെ മുന്നിലേക്ക് ഈ കത്തിട്ട് കൊടുക്കുന്നു. മാറി നിന്നിട്ട് അതൊക്കെ അവിടെ നടക്കുന്ന സംഭാഷണങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കുന്നു. ഇതൊക്കെ സാധാരണഗതിയിൽ ഒരു പക്ഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമായിട്ട് ബോധ്യപ്പെടൂല. ഇതൊരു മുഅ്ജിസത്താണ്. പ്രാപഞ്ചിക നമുക്ക് പരിചയമുള്ള പ്രാപഞ്ചിക നിയമ വ്യവസ്ഥകൾക്കകത്തുള്ള ഒരു സംഗതിയല്ല. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ മുമ്പ് മൂസ അലൈഹി ഇസ്ലാം വടി തറയിലിട്ട് പാമ്പാക്കിയ കാര്യവും അതുപോലെയുള്ള സംഗതികളൊക്കെ നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട്. ഇത് അത്തരം ദൈവികമായിട്ട് നൽകപ്പെട്ടിട്ടുള്ള ഒരു മുഅ്ജിസത്താണ് എന്ന നിലക്കാണ് അതിനെ സമീപിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കത്തുമായിട്ട് ഈ രാജ്ഞിയുടെ അടുക്കല് ഈ ഹുദ്ഹുദ് പക്ഷി എത്തുകയും, ഇതിന്റെ പ്രാഥമികമായ തലത്തിലുള്ള പല കാര്യങ്ങളും അന്നുണ്ട്. പ്രാവ് പോലെയുള്ള പക്ഷികളെ സന്ദേശവാഹകരായിട്ട് ഉപയോഗപ്പെടുത്തുന്ന രീതി വളരെ പൗരാണികമായ കാലത്ത് തന്നെ നടപ്പിലുള്ളതാണ്. അപ്പൊ അങ്ങനെ പരിശീലനം കിട്ടിയിട്ടുള്ള പക്ഷികൾക്ക് വിദൂരമായ പ്രദേശങ്ങളിലേക്ക് സന്ദേശങ്ങളുമായിട്ട് പോകാൻ കഴിയുന്നതും അത് ലക്ഷ്യത്തിലെത്തുന്നതും മറുപടിയുമായിട്ട് തിരിച്ചു വരുന്നതും ഒക്കെ ആ കാലത്ത് തന്നെ പ്രയോഗത്തിലുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ വളരെ സെൻസിബിളായ, വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ബുദ്ധിപരമായ ഒരു രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദൈക്ഷണികമായ കഴിവും സിദ്ധിയും ഒക്കെ ഉള്ള വിധത്തിലാണ് ഈ പക്ഷി ഇവിടെ പെരുമാറുന്നത്. അത് തീർച്ചയായിട്ടും അസാധാരണത്വം ഉള്ളതും ദൈവികമായ കൽപ്പന കാരണമായിട്ട് പ്രത്യേകമായി ഈ പ്രവാചകന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഈ നടപ്പിലാക്കപ്പെട്ടതുമായ ഒരു കാര്യമാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ സുലൈമാൻ അലൈഹി ഇസ്ലാം നടത്തിയ പ്രതികരണം, നേരത്തെ ഈ പക്ഷിയെ കാണാതായപ്പോ അതിനെ കൊന്നുകളയുന്നോ, അതിനെ അറുത്ത് കളയുന്നോ, അല്ലെങ്കിൽ കഠിനമായി ശിക്ഷിക്കുന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ ഒക്കെ തന്നെ നമ്മൾ അതിന്റെ സ്വാഭാവികത ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. സനൻദുറു അസദഖ്ത അം കുൻത മിനൽ കാദിബീൻ. ഇവിടെയും ഒരു പ്രശ്നം കാണാം. ഒരു പക്ഷിയോട് സംസാരിക്കുമ്പോ അങ്ങനെ പറയേണ്ടതുണ്ടോ? നീ പറയുന്നത് സത്യമാണോ അതല്ല നീ കളവാണോ പറയുന്നത് എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറയുന്നത്. ഇത് മനുഷ്യരോട് പറയുന്ന പോലെയല്ലേ ഇതിനുള്ളത്? കളവ് പറയലും കളവല്ലാത്തത്, സത്യം അല്ലാത്തത് പറയലും ഒക്കെ തന്നെ പക്ഷികൾക്ക് വശമുള്ള ഒരു സംഗതിയാണോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. പക്ഷെ ഇവിടെ സാധാരണ രൂപത്തിലുള്ള പക്ഷിയോ അല്ലെങ്കിൽ സാധാരണ വിധത്തില് പെരുമാറുന്ന ഒരു അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു പക്ഷിയോ അല്ലല്ലോ. അപ്പോ ഈ പക്ഷിയുടെ കാര്യത്തിൽ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സേവനത്തിനുണ്ടായിരുന്ന പലരും, ഇഫ്രീത്ത് ഷയാത്തിന്മാരിൽ പെട്ടിരുന്ന പലരും സുലൈമാൻ അലൈഹി ഇസ്ലാമിന് സേവനം ചെയ്യാൻ വേണ്ടി സന്നദ്ധരാവാതെ ഉള്ളവരെ തന്നെ നിർബന്ധിക്കപ്പെടുന്ന കാര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാം മൃതി അടഞ്ഞപ്പോ അത് അറിയാതെ അവര് സേവനത്തിൽ തന്നെ കുറച്ചു കാലം കൂടി തുടർന്ന കാര്യമൊക്കെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അപ്പോ പലരും ഇതിലേക്ക് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സേവനം നിർവഹിക്കാൻ
അള്ളാഹു അവരെ നിർബന്ധിച്ച് നിർത്തിയ അവസ്ഥയൊക്കെയുള്ള കേസസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പക്ഷിയുടെ കാര്യത്തിലും ഈ സേവന സന്നദ്ധനാവാതെ ഒരു ലെയിം എക്സ്ക്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷ ഒഴിവാകാൻ വേണ്ടി ഈ പക്ഷി എങ്ങനെ പറയുന്ന ഒരു കാര്യമാണോ അല്ലേ എന്നുള്ള നിലക്ക് സുലൈമാൻ അലൈഹിസ്സലാം ഞാൻ ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് പറയുന്നതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിനെ സാധാരണഗതിയിലുള്ള ഒരു പക്ഷിയാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ആ ഒരു റാഷണൽ ലെവൽ ഇവിടെ അപ്ലൈ ചെയ്യുന്നതിന് അർത്ഥമില്ല. ദൈവികമായ അസാധാരണത്വമുള്ള മുഅ്ജിസത്ത് നൽകപ്പെട്ടതാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. അപ്പോ എന്റെ ഈ കത്തുമായിട്ട് പോകണം, എന്നിട്ട് രാജ്ഞിയുടെ അടുക്കല് അവരുടെ ദർബാറിലോ മറ്റോ പോയി അത് ഇട്ടു കൊടുക്കണം, എന്നിട്ട് മാറി നിൽക്കണം, അവരെന്താണ് പ്രതികരിക്കുന്നത് എന്നത് നിരീക്ഷിക്കണം എന്നാണ് സുലൈമാൻ അലൈഹിസ്സലാം ഈ പക്ഷിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു പക്ഷിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണോ അത് എന്നൊരു ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ ഇതൊക്കെ കണ്ട് റിപ്പോർട്ട് ചെയ്യാൻ ഈ പക്ഷിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തുടർന്ന് ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ അതിന് കഴിയും. ആ വിധത്തിലുള്ള സ്കില്ല് അല്ലെങ്കിൽ കഴിവ് അള്ളാഹു പ്രത്യേകമായി ഈ പക്ഷിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. നമുക്ക് അറിയാം, നമ്മുടെ വളർത്ത് നായകള് അതുപോലെ പൂച്ചകളൊക്കെ തന്നെ വളരെ അത്ഭുതകരമായ പല സേവനങ്ങളും അതിന്റെ ഉടമസ്ഥന് ചെയ്യുന്ന പല സംഭവങ്ങളും വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം. അങ്ങാടിയിൽ പോയിട്ട് മീൻ വാങ്ങിക്കൊണ്ടുവരിക, പത്രം എടുത്തുകൊണ്ടുവരിക, അതുപോലെ ഒരുപാട് ഇപ്പോൾ ട്രെയിൻ ചെയ്യപ്പെട്ട വേട്ട നായ്ക്കള് വേട്ട മൃഗങ്ങളെ, വേട്ടയാടപ്പെട്ട അല്ലെങ്കിൽ അമ്പെയ്ത് വീഴ്ത്തപ്പെട്ട മൃഗത്തിന്റെ ദേഹത്തൊരു രക്തം പൊടിയാൻ പോലും അവസരം ഉണ്ടാകാത്ത വിധത്തിൽ കടിച്ചു കൊണ്ടുവരുന്ന രീതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധാരണ മനുഷ്യര് തന്നെ അങ്ങനെയൊക്കെ അതിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്, പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ. ഇതൊക്കെ വെറും സാധാരണ മനുഷ്യരുടെ കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വിശിഷ്ടമായ ചില സാധ്യതകളാണ് നമ്മളിവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സംഭവ്യതയുടെ കാര്യത്തിൽ നമുക്ക് സംശയം ഉണ്ടാവേണ്ടതില്ല. സാധാരണ മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. ഇത് അങ്ങനെയുള്ളത് പോലും അല്ല. അത് ഏത് മൃഗങ്ങളെയും പരിശീലിപ്പിച്ച് നമുക്ക് അങ്ങനെ കൊണ്ടുവരാനൊക്കെ സാധിച്ചു എന്ന് വരും. അതുപോലെ സർക്കസിലുള്ള മൃഗങ്ങളുണ്ടല്ലോ, അവര് കാണിക്കുന്ന ഓരോ വിദ്യകൾ കണ്ടാല് അതിന്റെ റിംഗ് മാസ്റ്ററോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് അവര് വളരെ സമയോചിതമായിട്ട് പ്രതികരണങ്ങൾ നടത്തുന്നതൊക്കെ നമുക്ക് വലിയ അത്ഭുതം ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഇപ്പൊ കടലില് ഡോൾഫിൻ കാണിക്കുന്ന ചില അത്ഭുതങ്ങള്, അതുപോലെ ഒരു നായ കടലിൽ പെട്ടുപോയിട്ട് അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ കപ്പലില് ഉള്ള മനുഷ്യരുടെ അടുക്കലേക്ക് ഒരു ഡോൾഫിൻ ആ നായയെ ചുമന്നുകൊണ്ട് വന്ന ചിത്രം, അത് കാണിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ എത്രയോ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതുപോലെയുള്ള സംഗതികള് സാധാരണഗതിയിൽ തന്നെ അത്ഭുതങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഇത് ഒരു മുഅ്ജിസത്ത് എന്നുള്ള നിലക്ക് വരുമ്പോ നമുക്കതില് അങ്ങനെ അവിശ്വാസം അതിൽ കാണാൻ ഉണ്ടാവേണ്ടതില്ല എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം. അപ്പോ ഇത് സുലൈമാൻ അലൈഹിസ്സലാം പിന്നെ ഈ കത്ത് അയച്ചത്, അതിന്റെ സന്ദേശം, അത് ബൽഖീസ് രാജ്ഞി ഉൾക്കൊള്ളുന്ന രീതി, ഇതൊക്കെയും നമ്മുടെ ശ്രദ്ധ പതിയേണ്ട വിഷയങ്ങളാണ്. സുലൈമാൻ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ദൂതനാണ്, അതോടൊപ്പം തന്നെ വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനായ ചക്രവർത്തിയുമാണ്. അപ്പോ ഈ രണ്ട് നിലക്കും വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദേശമാണ് ഇവിടെ അയച്ചിരിക്കുന്നത്. ഇസ്ലാമിന്റെ എല്ലാ കാലഘട്ടത്തിലും, അത് ഏത് പ്രവാചകന്റെ കാലഘട്ടത്തിലായാലും കുഴപ്പമില്ല, ഇസ്ലാമിന് ഒരു ദൗത്യമുണ്ട്. ഇസ്ലാമിന് ഒരു ഭൂപ്രദേശത്ത് ജനങ്ങള് ഇസ്ലാം സ്വീകരിക്കുകയും അവിടെ ഒരു ഇസ്ലാമിക വ്യവസ്ഥ വരികയും ചെയ്താൽ സ്വാഭാവികമായിട്ടും അതിന്റെ തുടർച്ചയായിട്ട് ഈ സത്യസന്ദേശം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നതും അവരെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നതും, സത്യമാർഗം സ്വീകരിക്കാൻ ആളുകളെ സമ്മതിക്കാതെ, അനുവദിക്കാതെ ചില ഭരണാധികാരികൾ അവിടെ ജനങ്ങളെ അടിച്ചമർത്തുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ ജനങ്ങളെ വിമോചിതരാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതൊക്കെ ഇസ്ലാമിന്റെ രാഷ്ട്രീയ നയങ്ങളുടെ ഭാഗമാണ്. എല്ലാ പ്രവാചകന്മാരും അവരുടെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ
ഇടപെട്ടതും നിർവഹിച്ചതും ഒക്കെ കാണാൻ സാധിക്കും. ഒരിക്കലും തന്നെ അത് കോളനി വാഴ്ചക്കാരുടെയോ സാമ്രാജ്യത്വ മോഹികളുടെയോ പോലെയുള്ള ഭൂപ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കുകയും അത് സ്വന്തമാക്കുകയും ചെയ്യുക, എന്നിട്ട് അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു രാജ്യത്തിലേക്കും ഒരു പ്രദേശത്തിലേക്കും ഇസ്ലാം എന്തെങ്കിലും താല്പര്യത്തോടു കൂടി ആരെയും പറഞ്ഞേക്കാറില്ല. അത് ഇസ്ലാമിന് അന്യമായ ഒരു കാര്യമാണ്. മറിച്ച് സത്യസന്ദേശം എന്നത് ഏകദൈവ വിശ്വാസവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതക്രമവും എന്നത് ലോകത്തെയും എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ട ഒരു സംഗതിയാണ്. പലപ്പോഴും പല സമൂഹങ്ങളും അതിലേക്ക് കണ്ണും കാതും തുറന്നവരാകാതിരിക്കുന്നതിന് കാരണം അവിടെ നിലനിൽക്കുന്ന അധികാര സംവിധാനങ്ങളും ഭരണകൂടവും അധികാരികളുടെ മുഷ്കുമൊക്കെ ആയിരിക്കും. അത്തരം അധികാര മുഷ്കിനെ ഗൗനിച്ചുകൊണ്ട് പേടിച്ചു നിൽക്കുന്ന ഒരു നിലപാട് ഇസ്ലാമിക പ്രവാചകന്മാർ ഒരു ഘട്ടത്തിലും കാണിച്ചിട്ടില്ല. അവരിലേക്ക് സത്യം എത്തിക്കുക എന്ന ദൗത്യമാണ് അവർ നിർവഹിക്കുന്നത്. സത്യം സ്വീകരിക്കാൻ അവർ സന്നദ്ധരാകുന്നുവെങ്കിൽ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദേശവുമായിട്ട് വന്ന ആളുകൾക്ക് യാതൊന്നും നൽകേണ്ടതില്ല. അവരുടെ വിഭവങ്ങളോ സമ്പത്തോ ഒന്നുമല്ല ഈ വരുന്ന ആളുകൾ ലക്ഷ്യമിടുന്നത് എന്നതാണ് വസ്തുത. ഇവിടെ സുലൈമാൻ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നുള്ള നിലക്കും അതുപോലെ വലിയ അധികാര സാധ്യതകൾ നൽകപ്പെട്ടിരുന്ന ഒരു ഭരണാധികാരി എന്നുള്ള നിലക്കും ഭൂമുഖത്ത് സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് നീതിയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ഭരണക്രമം നടപ്പിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അതിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് അയൽ രാജ്യമായ സബയിലേക്ക് ഈ സന്ദേശവുമായിട്ട് പക്ഷിയെ അയക്കുന്നത്. ഇതിലൊരിക്കലും തന്നെ സുലൈമാൻ അലൈഹിസ്സലാം തനിക്ക് തന്റെ മുന്നിൽ രാഷ്ട്രീയമായിട്ട് കീഴടങ്ങണം എന്നല്ല സബയിലെ രാജ്ഞിയോട് പറയുന്നത്. ഇവിടെ പറയുന്നത് അല്ലാ താലു അലയ്യ, എന്നോട് ഞാന് ദൈവിക പ്രവാചകൻ എന്നുള്ള നിലക്കുള്ള എന്റെ നിർദ്ദേശത്തെ ധിക്കരിച്ചുകൊണ്ട് ഒരു ഞാൻ ഉന്നതനാണ്, ഞാനാണ് ഉയർന്നു നിൽക്കേണ്ടത് എന്ന വിധത്തിലുള്ള ഒരു പെരുമാറ്റം, ഒരു ധിക്കാരത്തിന്റെയും അനുസരണക്കേടിന്റെയും നിലപാട് സ്വീകരിക്കാൻ മുതിരേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയുന്ന കാര്യം വഅ്തൂനി മുസ്ലിമീൻ, മുസ്ലിം ആയിക്കൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ടവളായിക്കൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെട്ട ആളുകളായിക്കൊണ്ട് തന്റെ അടുക്കലേക്ക് വരണം എന്നാണ് സുലൈമാൻ അലൈഹിസ്സലാം ഇവിടെ പറയുന്നത്. മറിച്ച് നിങ്ങളുടെ സബഅ് രാജ്യവും അതിന്റെ കൊട്ടാരവും അതിലെ വിഭവങ്ങളും അതിലെ സമ്പത്തും ഒക്കെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിക്കണം എന്നല്ല, മറിച്ച് സത്യമാർഗത്തിലേക്ക് മുഴുവൻ ജനങ്ങൾക്കും വരാൻ സാഹചര്യം ഒരുക്കുന്ന വിധത്തിൽ നിങ്ങൾ അതിൽ മുന്നിൽ നടക്കുന്നവരായിട്ട് വരണം. മറിച്ച് ധിക്കാരം കാണിച്ച് അഹങ്കാരത്തോടു കൂടി ഞാൻ ഈ പറയുന്ന കാര്യത്തോട് നിങ്ങൾ പ്രതികരിക്കാൻ മുതിരരുത്. കീഴ്പ്പെടുന്നവരായിക്കൊണ്ട്, അത് എനിക്കല്ല പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായിക്കൊണ്ട് നിങ്ങൾ എന്റെ അടുക്കൽ വരണം എന്നാണ് അള്ളാഹുവിന്റെ നാമധേയത്തില് സുലൈമാൻ അലൈഹിസ്സലാം അയച്ചിരിക്കുന്ന ഈ സന്ദേശത്തില് അടങ്ങിയിട്ടുള്ള അതിന്റെ രത്ന ചുരുക്കം അതാണ്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.